ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവരെ എന്തിനാ ഇവിടെ എല്ലാവർക്കും ഒപ്പം ഇരുത്തി കഴിപ്പിക്കുന്നേ? അതിനെന്താ അക്ഷിതേ, ഇവരിവിടെ ഉള്ളവര് തന്നെയല്ലേ, പിന്നെന്താ? ദേ, ചേച്ചിയുടെ ഔദാര്യത്തിൽ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നു വെച്ചേ ഇവിടെയുള്ള എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനും എല്ലാവർക്കും ഒപ്പമുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടാനാ? അന്ന് അവൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് പറഞ്ഞതൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ഈ വീടിന്റെ പടി ഇറങ്ങിയതോടെ അവളുടെ സ്വഭാവം മാറി. ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ വരില്ലാന്ന് അറിയായിരുന്നു. എന്നാലും പറയാതെ പോകുന്നത് ശരിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലമ്മേ ഇവര് വരില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ വന്നിട്ട് എന്തിനാ? അവൾക്കാരാ ഇവിടെ വിരുന്നൊരുക്കുന്നത്? അമ്മ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താ മതി. അതെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആദ്യം ദുർഗ ഇങ്ങോട്ട് വരുമോന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയല്ല. അയ്യോ, അവളെ ക്ഷണിക്കാൻ പോകുന്ന നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. അതെന്താ, ദുർഗ ഇവിടുത്തെ ആരുമല്ലേ? അവൾക്ക് നല്ല രീതിയിൽ കല്യാണവും നടത്തി കൊടുക്കാൻ പറ്റില്ല. ഇനി വിരുന്നിനെങ്കിലും ക്ഷണിക്കണ്ടേ? അഷിതയ്ക്ക് വേണ്ടതെല്ലാം മുറ പോലെ ഇവിടെ ചെയ്തില്ലേ? എന്റെ മോളെ ഇവളെ കമ്പയർ ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. ദുർഗ നാടും നാട്ടുകാരും അറിഞ്ഞ് മര്യാദയ്ക്ക് ഒരു കല്യാണം കഴിച്ചൊന്നുമല്ല. അവൾക്ക് തോന്നിയപ്പോ ഊരും പേരും അറിയാത്ത ഒരുത്തന്റെ കൂടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി സ്വന്തം കല്യാണം തനിച്ച് നടത്തി വന്നതാ. അതെ, അങ്ങനെയുള്ളവർക്ക് മുറ പോലെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതെ, ദുർഗമോളെ അങ്ങനെ ഒരു കല്യാണം കഴിച്ചത് നിന്നെയൊക്കെ പേടിച്ചിട്ട് തന്നെയാ. കിരണ്ണ നിനക്കൊന്നും കണ്ണു പിടിക്കില്ലായിരുന്നല്ലോ. അതും പോരാഞ്ഞിട്ട് രണ്ടാം കെട്ടുകാരനെയും അപ്പന്റെ പ്രായമുള്ള വയസ്സനെയും ഒക്കെയല്ലേ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പോ അഞ്ജുവിന്റെ കല്യാണം നടത്താനാ നിങ്ങൾ ആലോചിക്കുന്നത്. അതിനിടയിൽ ദുർഗക്കൊരു ജീവിതം വേണ്ടേ? അവളെ നോക്കാൻ ആരും ഇല്ലെന്ന് മനസ്സിലായപ്പോ അവള് സ്വയം അവളുടെ കാര്യം നോക്കി. ആ, അങ്ങനെ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവള് അവളുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ. അതിലിടപെടാൻ ഞങ്ങൾ ആരും വരുന്നില്ല. വെറുതെ ഇവരോട് സംസാരിച്ച് നമ്മുടെ ആരോഗ്യം കളയുന്ന എന്തിനാ ദേവാ? വാ, നമുക്ക് പോകാം, വാ. ഓ, ചെല്ലിയല്ലേ. ഓരോ കോളും കൊണ്ട് വന്നോളും. എപ്പോഴും ദുർഗാ ദുർഗാന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ രണ്ടിനും. അതെ നാത്തൂനെ, അത് വളരെ ശരിയാ. ആ, പൃഥ്വി ഇരിക്കെ. അഷിത എവിടെ? ഇപ്പൊ വരും അമ്മേ. കിരണും ദുർഗയും വന്നില്ലേ? അവര് പിന്നെ വന്ന് കഴിച്ചോളും. ഇപ്പൊ വിളിച്ച് കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പൂർണിമേ. അവരെയും കൂടി വിളിക്കാൻ ചെറിയമ്മേ, അല്ലെങ്കിൽ അത് മോശമല്ലേ? ഓ പിന്നെ, അവര് ചെയ്യുന്നതൊക്കെ ശരിയാണല്ലോ. ഞാനെന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, മടുത്തു. ഞാൻ കഴിക്കുക. കിരൺ, ദുർഗ, ആ വാ കഴിക്കാം. നിങ്ങളിരിക്കെ ഇരിക്കെ. വാവ്, ഇന്ന് കറിക്കൊക്കെ നല്ല രുചിയുണ്ടല്ലോ. ശരിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ദുർഗയാ. ദുർഗേച്ചി, ഫുഡ് അടിപൊളി. ഇത്രയും രുചിയായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇതുവരെയും കഴിച്ചിട്ടില്ല. അത്രയ്ക്കൊന്നുമില്ല. നന്നായിട്ടുണ്ട് ചന്ദ്രമതി, നിനക്ക് കഴിച്ചിട്ട് മനസ്സിലാവണില്ലേ? ഇവരെ എന്തിനാ ഇവിടെ എല്ലാവർക്കും ഒപ്പം ഇരുത്തി കഴിപ്പിക്കുന്നേ? അതിനെന്താ അക്ഷിതേ, ഇവരിവിടെ ഉള്ളവര് തന്നെയല്ലേ, പിന്നെന്താ? ദേ, ചേച്ചിയുടെ ഔദാര്യത്തിൽ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നു വെച്ചേ ഇവിടെയുള്ള എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനും എല്ലാവർക്കും ഒപ്പമുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടാനാ?
വീട്ടിൽ പോലും ഇവളെ ഞങ്ങളോടൊപ്പം ഇരുത്തി കഴിപ്പിക്കാറില്ല. പിന്നെയാ ഇവിടെ. എഴുന്നേറ്റ് പോടി. ദേ, ഇവിടെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം മാത്രം നീ കഴിച്ചാ മതി. അഷിതേ, നീ എന്തൊക്കെയാ പറയുന്നേ? ദുർഗ നിന്റെ ചേച്ചിയല്ലേ? മൂത്തവരോട് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ദേ, ഇവളെയൊക്കെ ചേച്ചിയായിട്ട് ആരാ കാണുന്നേ? ഞാൻ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല അഷിത. പക്ഷെ ഈ വീട്ടില് മൂത്തവരെ ബഹുമാനിക്കാതെ പെരുമാറാനോ സംസാരിക്കാനോ അനുവദിക്കുമെന്ന് കരുതണ്ട. ചേച്ചിക്ക് ഇതെന്താ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇവളെങ്ങനെ തലേ കയറ്റി വെക്കാൻ മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഈ വീട്ടിലെ മരുമകൾ ഞാനല്ലേ? പൃഥ്വി എന്നെയല്ലേ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പിന്നെ എങ്ങനെ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഇവൾക്ക് ചേച്ചി കൊടുക്കുന്നേ? നാണോ മാനോ ഇല്ലാതെ ഈ വീട്ടിലേക്ക് ഊരും പേരും ഇല്ലാത്ത ഇവന്റെ കൈയും പിടിച്ച് കയറി വന്ന ഇവളെ അപ്പൊ തന്നെ ഇറക്കി വിടേണ്ടതായിരുന്നു. കുടുംബ മഹിമയോ പാരമ്പര്യോ സ്വന്തം അച്ഛനോ പോലും ആരെന്നറിയാതെ ഒരു സ്ത്രീ പ്രസവിച്ച് വളർത്തിയ ഒരുത്തനെ ഇങ്ങനെ അനിയനായിട്ടൊക്കെ അംഗീകരിക്കാൻ ചേച്ചിക്ക് എങ്ങനെ കഴിയുന്നു? അഷിതേ, നിർത്തിക്കേ നീ. സത്യം പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നേ? ആവശ്യത്തിൽ കൂടുതൽ നീ സംസാരിക്കുന്നുണ്ട് അഷിതേ. ഇല്ല, ഞാൻ ആവശ്യത്തിന് പോലും ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും ചേച്ചിയെ പേടിച്ച് മിണ്ടാതിരുന്നിരിക്കും. പക്ഷേ ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നത് ഒരു മടിയില്ലാതെ പറയും. പിന്നെ പൂർണിമ ചേച്ചി ചെയ്യുന്നത് തെറ്റാ. ഈ വീട്ടിൽ കയറാൻ ഒരു അവകാശം ഇല്ലാത്തവളാ ദേ ഈ ദുർഗ. എന്റെ ജീവിതം നന്നായി വരുന്നു, എനിക്ക് ഇവിടെ വന്ന് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവക്ക് കുശുമ്പ് തുടങ്ങിയതാ. അത് മൂത്ത് ഭ്രാന്ത് പിടിച്ച് എന്റെ ജീവിതം നശിപ്പിക്കാനാ ഇവളിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തെ. ഇവളുടെ ഒപ്പം ഇരുന്ന് ഞാൻ ആഹാരം കഴിക്കുമെന്ന് ആരും ഇവിടെ വിചാരിക്കണ്ട. ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ ദേ ഇവള്. ആര് വേണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഇവരെ വിളിച്ചത് ഞാനാ. ഇവര് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വന്തം ഇഷ്ടം അനുസരിച്ച് എന്ത് വേണേലും ചെയ്യാം. അഷിത, പൃഥ്വി, ഞാൻ പോയി വിളിക്കാം. വേണ്ട ദുർഗെ. ദുർഗ ഇപ്പൊ അങ്ങോട്ട് ചെന്നാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ ഇരിക്കെ, കഴിക്കാൻ നോക്ക്. ഇരിക്കേ.